നമസ്കാരം. ശിശുക്കളുടെ പല്ല് വളർച്ച തുടങ്ങുന്ന സമയം മുതലേ രക്ഷിതാക്കൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തിനായി ശ്രദ്ധിക്കേണ്ടത്: 1. പല്ല് വളർച്ച. 2. ഫ്ലൂറൈഡ് ആവശ്യകത. 3. നോൺ ന്യൂട്രീറ്റീവ് ഹാബിറ്റ്സ്. 4. നല്ല ഭക്ഷണശീലങ്ങൾ. 5. വായ ശുചിത്വം. 6. അപകടം ഒഴിവാക്കൽ. കുട്ടിയുടെ ആരോഗ്യം തുടങ്ങുന്നത് അമ്മയുടെ ആരോഗ്യത്തിൽ നിന്നാണ്. പ്രഗ്നന്റായ അമ്മയ്ക്ക് പോഷകക്കുറവുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അമ്മ കഴിക്കുന്ന മരുന്നുകൾ കുട്ടിക്ക് അസുഖങ്ങളൊന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഡോക്ടറിനെ കണ്ട് ചികിത്സ നേടുക. കുട്ടികൾക്ക് 6 മാസം ആകുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കാണുന്ന ശീലമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാനും ഡോക്ടേഴ്സിനോടുള്ള കുട്ടികളുടെ സമീപനം നല്ലതാകാനും സഹായിക്കും. കുട്ടികളുടെ പല്ല് വരുന്ന പ്രായത്തിനെ കുറിച്ച് പാരന്റ്സിന് ധാരണ ഉണ്ടായിരിക്കണം. 6 to 8 മാസം ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ആദ്യത്തെ പാലുപല്ലുകൾ വരുന്നത്. 2-2.5 വയസ്സാകുമ്പോൾ മുഴുവൻ പാലുപല്ലുകൾ വന്നു കഴിയും. പാലുപല്ലുകളാണ് പിന്നീട് വരുന്ന സ്ഥിരപ്പല്ലുകൾക്ക് ശരിയായ രീതിയിൽ വരാൻ സഹായിക്കുന്നത്. കുട്ടികളുടെ പല്ലുകൾ കറയില്ലാതെ ശക്തമാക്കാൻ ഫ്ലൂറൈഡ് സഹായിക്കും. ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ദിവസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുക. ചെറിയ കുട്ടികൾക്ക് അരിമണിയുടെ സൈസിലും വലിയവർക്ക് പീ സൈസിലുമാണ് ഉപയോഗിക്കേണ്ടത്. കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. മിതമായ ഫ്ലൂറൈഡ് മാത്രം ഉപയോഗിക്കണം. അതിനാൽ മാത്രം മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ പല്ല് കഴുകണം. ഇത് പാലിച്ചാൽ പല്ലുകൾ ആരോഗ്യമായി വളരും. നോൺ ന്യൂട്രീറ്റീവ് ഹാബിറ്റ്സ് അഥവാ ഭക്ഷണാതീത വായ്ശീലങ്ങൾ. ഇവ വിരൽകുടി, നഖം കടിക്കൽ, നാവ് തള്ളൽ, കവിൾ കടിക്കൽ, പെൻസിൽ കടിക്കൽ, വായ തുറന്നു ശ്വാസമെടുക്കൽ ഇവയാണ്. ഇവ മൂലം പല്ല് തെറ്റി വളരുക, പൊട്ടുക, ചുണ്ടിന്റെ ആകൃതി മാറുക പോലുള്ള പ്രശ്നങ്ങൾ വരും. കുഞ്ഞിന്റെ പല്ലിന്റെ ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണശീലം വളരെ പ്രധാനമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് കുഞ്ഞിന്റെ എല്ലാ വളർച്ചയ്ക്കും നല്ലതാണ്. പക്ഷേ ഉറങ്ങുമ്പോൾ നീണ്ട സമയം ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് പല്ല് കേടുവരാൻ കാരണമാകുന്നു. മധുരമുള്ള പലഹാരങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ് ഒഴിവാക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. ഭക്ഷണശേഷം വെള്ളം കുടിക്കാൻ ശീലമാക്കുക. ഓറൽ ഹൈജീൻ കൂടെ പാലിച്ചാൽ പല്ലിന് ആരോഗ്യം ഉറപ്പുകിട്ടും. കുട്ടികളുടെ ദന്തശുചിത്വം ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങണം. ആദ്യം കുഞ്ഞുങ്ങളെ നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ഓരോ ഭക്ഷണത്തിന് ശേഷവും അവരുടെ ചുണ്ടും മോണയും നനഞ്ഞ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ആദ്യ പല്ല് വരുമ്പോൾ ഒരു ചെറിയ മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങാം. 1 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദിവസം 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം. ടൂത്ത് പേസ്റ്റ് അരി കണത്തിന്റെ വലുപ്പത്തിൽ മാത്രം ഉപയോഗിക്കും. ഈ പ്രായത്തിൽ മാതാപിതാക്കൾ തന്നെയാണ് ബ്രഷിംഗ് നടത്തേണ്ടത്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പയർ കണത്തിന്റെ വലുപ്പത്തിൽ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. അവരെ ചെറിയ വൃത്തത്തിൽ തിരിച്ച് ബ്രഷിംഗ് ചെയ്യാൻ പഠിപ്പിക്കുക. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വയം ബ്രഷ് ചെയ്യാൻ കഴിയും. ദിവസവും 2 തവണ ബ്രഷ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് പലപ്പോഴും വീഴ്ച, മുറിവ്, പൊള്ളൽ, റോഡ് അപകടങ്ങൾ എന്നീ പല അപകടങ്ങളും സംഭവിച്ചേക്കാം. കാരണം കുട്ടികൾക്ക് കൗതുകം കൂടുതലാണ്. അപകടങ്ങളെക്കുറിച്ചൊരറിവ് അവർക്കില്ല. നമ്മുടെ കുട്ടികളെ ഈ അപകടങ്ങളിൽ നിന്നും എങ്ങനെ പ്രതിരോധിക്കാം? വീടുകളിലാണെങ്കിൽ സുരക്ഷാ ഗേറ്റും വിൻഡോ ഗാർഡുകളും മരുന്നുകളും മറ്റ് ക്ലീനിങ് സാധനങ്ങളും കെമിക്കൽസും എല്ലാം ലോക്ക് ചെയ്തു വെക്കുക. ഇനി കളിയിടങ്ങളിൽ അവരെന്നും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക. മാതാപിതാക്കളുടെ മേൽനോട്ടം എന്നും അവരിലുണ്ടാവണം. സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കാനും കാറിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനും അവരെ ശീലിപ്പിക്കുക. ഇതുപോലെ അപകടങ്ങളെപ്പറ്റി അവരെ സ്വയം ബോധവാന്മാരാക്കുക. റോഡ് മുറിച്ചു കടക്കാനും അടുപ്പിനെ സമീപിക്കാതിരിക്കാനും അന്യരെ ഒഴിവാക്കാനും പഠിപ്പിക്കുക.